തീ കൊണ്ട് അടിച്ചാൽ ഒന്നും ആകാത്ത ഷീറ്റുകളാണ് ഈ കാണുന്ന ജെറ്റ് ഫെൻസിങ്. നോക്കിയേ, വെള്ളം എടുത്ത് ഒഴിച്ചാൽ നോക്കിയേ, ഇതേ കണ്ടോ, നമുക്ക് വാഷ് ചെയ്തെടുക്കാം, ഒരു രീതിയിലും ഡാമേജ് വരില്ല. അത്രയും ക്വാളിറ്റിയുള്ള ഫെൻസിങ് ആണ് ഈ കാണുന്നത്. ഇതെന്താ സംഭവം? ഇത് ബേഡ് സ്പൈക്സ് എന്ന് പറയുന്നത്. ബേഡ് സ്പൈക്സ് വെറൈറ്റി ഉള്ള ഫെൻസിങ് വേണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫാക്ടറി തന്നെ വരണം. ഇതേ കണ്ടില്ലേ, പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് മറ്റ് ഷോപ്പുകളിൽ വാങ്ങാൻ വേണ്ടി സാധിക്കില്ല. സ്റ്റാർട്ടിംഗ് പ്രൈസ് നമുക്ക് 8 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ്, വെറും 8 രൂപ മുതൽ. ഇതുപോലെ ഈ സൈഡിലും നമുക്ക് എത്ര കെട്ടി 4 ഹോൾസ് ഉണ്ടാവും. 4 ഹോൾസിൽ നമുക്ക് ഇതേപോലെ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. സൈറ്റിലേക്കൊക്കെ വളരെ ഈസി ആയിട്ട് കൊണ്ടുവരാം. കണ്ടില്ലേ, ഞാൻ ഒറ്റയ്ക്കാണ് ഈ സാധനമൊക്കെ കൊണ്ടുവരുന്നത്. ഞാനുള്ളത് കോയമ്പത്തൂരിലാണ്. കോയമ്പത്തൂരിൽ ഫെൻസിങ്ങിന് വേണ്ടതെല്ലാം വൻ വിലക്കുറവിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ഫാക്ടറിയുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ ഒരു ഫാക്ടറിയുടെ മാനേജർ നമ്മുടെ വീഡിയോ ചേരുകയാണ്. ഇദ്ദേഹം മലയാളിയാണ്. ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് വിനീത്. നമ്മുടെ കമ്പനി ലൊക്കേഷൻ എന്ന് പറയുന്നത് കള്ളപ്പാളയം എന്നാണ്. നമ്മുടെ കമ്പനിയുടെ പേര് പ്രൈം ഫെൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറയും. ഇവിടെ ഫെൻസിങ് നെറ്റുകളുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എങ്ങനെയാണ്? സ്റ്റാർട്ടിംഗ് പ്രൈസ് നമുക്ക് 8 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ്, വെറും 8 രൂപ മുതൽ. അല്ലേ, നമുക്ക് കേരളത്തിൽ ഈ പ്രൈസ് ഒന്നും ചിന്തിക്കാനേ പറ്റില്ല. കാരണം ഇത് ഫാക്ടറിയിൽ നിന്ന് നിങ്ങളിലേക്ക് നേരിട്ടാണ് എത്തുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രൈസ് ഇത്രയും വിലക്കുറവ് വരുന്നത്. അപ്പോൾ എല്ലാ ടൈപ്പ് ഫെൻസിങ്ങും ഇവിടെ ഉണ്ട്. നമുക്ക് കുറച്ച് വെറൈറ്റീസ് ഒന്ന് കണ്ടാലോ. പണ്ട് നമ്മൾ ഫെൻസിങ്ങിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതേ കണ്ടില്ലേ, ഈ ടൈപ്പ് വരുന്ന കല്ലുകളായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ നമുക്ക് ഇത് മതിയല്ലേ? ഇത് മതി. ഓക്കെ, ഇത് ടാറ്റ സ്റ്റെമ്പ് ഡയറക്റ്റ് ടാറ്റ ഷോറൂമിൽ തന്നെ വരുന്നതാണ്. നമുക്ക് ബിറ്റുമെൻ കോട്ടിംഗ് എന്ന് പറയും ഈ പെയിന്റിൻ്റെ. ഇത് പെട്ടെന്നൊന്നും റെസ്റ്റ് കയറില്ല. പിന്നെ ഈസി ടു ഇൻസ്റ്റാൾ ആണ്, ഈസി ടു ക്യാരി ആണ്, എളുപ്പത്തിൽ കൊണ്ടുപോകാം. അതാകുമ്പോൾ 8 അടിക്ക് വെക്കണം. ഇതാകുമ്പോൾ 10 അടി ഗ്യാപ്പിൽ വെച്ചാലും കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ കെട്ടാനുള്ള എളുപ്പത്തിന് അവർ ഹോൾസ് ഒക്കെ ഇട്ട് 2 അടി ഇറക്കി കൊടുത്താൽ മതി. സിമ്പിളായിട്ട് ടൈ ചെയ്യാം. ഈസി ടു വർക്കാണ്. ഓക്കെ, എളുപ്പത്തിൽ നമുക്ക് വർക്ക് തീർക്കാം. സ്ട്രോങ് ആയിരിക്കും അല്ലേ? ഇത് നമുക്ക് ഇവിടെ സപ്ലൈ ഉണ്ടല്ലോ. സപ്ലൈ ഉണ്ട്. ഇത് നമുക്ക് സ്റ്റാർട്ടിങ് ഇപ്പോൾ ഒരു 5 അടിക്ക് ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ 7 അടി പോസ്റ്റ് വാങ്ങാം. ഒരു 2 അടിക്ക് കുഴിച്ച് അടിയിലേക്ക് വെക്കാം. പിന്നെ 6 അടിൻ്റെ 8 അടിൻ്റെ 10 അടിൻ്റെ നമുക്ക് വാങ്ങാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമുക്ക് ഇത് മാത്രമല്ല ഫെൻസിങ്ങിന് വേണ്ട എല്ലാ ഐറ്റംസും സപ്ലൈ ഉണ്ട്. സെറ്റ് ഐറ്റംസ് നമ്മുടെ കടയിൽ. ഓക്കെ, ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്ന് നിങ്ങളിലേക്കാണ് എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന വിലകളിലൊന്നും നിങ്ങൾക്ക് ഈ പ്രൈസ് വേറെ ഒന്നും കിട്ടില്ല അല്ലേ? വെറൈറ്റി ഉള്ള ഫെൻസിങ് വേണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫാക്ടറി തന്നെ വരണം. ഇതേ കണ്ടില്ലേ, പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വാങ്ങാൻ വേണ്ടി സാധിക്കില്ല. അത് പ്രൈസിന്റെ കാര്യം എടുത്തു പറയണം. നമുക്ക് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എത്ര രൂപ മുതലാണ്? 10 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. 10 രൂപ മുതൽ, വെറും 10 രൂപ മുതലാണ് ഇവിടുത്തെ ഫെൻസിങ്ങുകളുടെ വിലകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് കാണിക്കാമോ? ഇതൊക്കെ നമുക്ക് 10 രൂപ തന്നെ സ്റ്റാർട്ടിങ് വരുന്നത്. ഓക്കെ, ഇതിൽ 3 അടി 4 അടി 5 അടി ഹൈറ്റിലൊക്കെ നമുക്കുണ്ട്. സ്ക്വയർ ഫീറ്റ് ആണ് 10 രൂപ എന്ന് പറയുന്നത്. സ്ക്വയർ ഫീറ്റ് 10 രൂപ. ഓക്കെ, അതിലും നമുക്ക് ഈ ഗ്യാപ്പ് ഉണ്ട്, 1/2 ഇഞ്ച് ഉണ്ട്, 1 ഇഞ്ച് ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, കൂടുതലായിട്ടും ഈ ഫെൻസിങ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഇത് ഗാർഡൻ പേർപ്പസ്, പിന്നെ അഗ്രികൾച്ചറിന്റെ ഇങ്ങനെയൊക്കെ ഇടാം, പിന്നെ പ്ലാന്റ്സ് വളർത്തുന്നതിനൊക്കെ ഇടാം, ബാൽക്കണി കവറിന് ഇടാം. ഓക്കെ, അങ്ങനത്തെ യൂസ് ചെയ്യാം, പർപ്പസിന് യൂസ് ചെയ്യാം അല്ലേ? ഇനി അടുത്ത് വരുമ്പോൾ ഇതെങ്ങനെയാണ്? ഇതൊക്കെയാണ് അലുമിനിയം മെഷാണ്. ഇതൊക്കെ ആകുമ്പോൾ ഈ ബാങ്ക്സിലൊക്കെ യൂസ് ചെയ്യുന്ന കണ്ടല്ലേ, ഈ കൗണ്ടറിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഗ്യാപ്പ് കൂടുതലാവും. ഇത് ചെറിയത് ഇപ്പോൾ ഓഫീസിന്റെ റൂംസിനൊക്കെ ക്യാബിൻസ് തിരിക്കാനായിട്ട് യൂസ് ചെയ്യാം. അലുമിനിയത്തിന്റെ ഇത് വെച്ചിട്ട് കൊടുക്കും. ഓക്കെ, അങ്ങനെ ചെയ്യാം. അതിൽ തന്നെ ഡിഫറെന്റ് വെറൈറ്റീസ് ഉണ്ട്. ചെറിയ ഗ്യാപ്പ് ഉണ്ട്, വലിയ ഗ്യാപ്പ് ഉണ്ട്. ഇതേപോലെ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ട്രെൻഡിങ് ആകാൻ പോകുന്ന ഒരു ഐറ്റമാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇനി ഏറ്റവും കൂടുതൽ കസ്റ്റമർ വാങ്ങാൻ പോകുന്ന ഐറ്റം ഇതായിരിക്കും. ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഈ ഒരു ഇപ്പം നമ്മുടെ കമ്പനിക്ക് വന്നൊരു പുതിയൊരു ഐറ്റമാണ് ഇത്. ഇത് പോളി ഹെക്സണൽ ചെയിൻ ലിങ്ക് എന്ന് പറയുന്നത്. സാധാ ചെയിൻ ലിങ്ക് എന്ന് പറയുമ്പോൾ GI വരും. ഇതിപ്പോൾ PVC കോട്ടിങ് ആയിട്ട് പറഞ്ഞതാണ്. നല്ല ലൈഫും ഉണ്ട്. ഇത് 10 വർഷത്തിന് ലൈഫും ഉണ്ട്. ഈസി ടു ഇൻസ്റ്റാളാണ്. നമുക്ക് തന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാം, കുഴപ്പമൊന്നുമില്ലാതെ. ഇത് 2 ഇഞ്ച് ഗ്യാപ്പ് വരും, 2.5 mm തിക്നെസ് ഉണ്ടാവും. ഇതിൽ തന്നെ 4 കളേഴ്സും വരുന്നുണ്ട്. ഹൈറ്റ് നമുക്ക് 4 കളേഴ്സും വരുന്നുണ്ട്. ഇതിൽ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 അടി തൊട്ട് 6 അടി വരെ ഹൈറ്റും വരുന്നുണ്ട്. ഓക്കെ, അവൈലബിൾ ഉണ്ട് നമ്മുടെ. ആ ഒരു ഹൈറ്റിലേക്ക് നമുക്ക് അവൈലബിൾ അല്ലേ, നമുക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കും. പിന്നെ വെയിറ്റ്ലെസ് ആണല്ലേ? വെയിറ്റ്ലെസ് ആണ് അല്ലേ? നോക്കി, ഇത്രയും വലിയൊരു മറ്റു ഫെൻസിങ് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്നും തൂക്കിയെടുക്കാൻ വേണ്ടി പറ്റില്ല. സ്ട്രോങ്ങും ആണ്. വെയിറ്റ്ലെസ് പറയുന്നത് നോക്കിയേ, ഇതേ കണ്ടോ, ഇത്രയും വലിയൊരു ഇതേ കണ്ടോ, വെയിറ്റ്ലെസ് ആണ്. പക്ഷേ ഒന്നും ഡാമേജ് വരില്ല. കോട്ടിങ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തുരുമ്പൊന്നും എടുക്കില്ല. വെയിറ്റ്ലെസ് ആണെങ്കിലും ലൈഫ് ഭയങ്കരമായിട്ട് വരും. 10 വർഷം ലൈഫ് വരും, കുഴപ്പമില്ല. ഏറ്റവും കൂടുതൽ ആരാണ് ഇത് ചോദിച്ചു വരുന്നത്? ഇപ്പോൾ നമുക്ക് ചോദിച്ചു വരുന്നത് ഇപ്പോൾ ഈ ഗോഡ് ഫാംസ്, പിന്നെ പിഗ് ഫാംസ്, അങ്ങനത്തെ ചെറിയ ഫാംസിൻ്റെ ആൾക്കാരൊക്കെ വന്ന് നമുക്കിത് വാങ്ങിക്കൊണ്ട് വരാറുണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കിത് റീയൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റി വെക്കണമെങ്കിൽ അത് ഊരിയിട്ട് പിന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അടുത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ എളുപ്പമാണ്. അതങ്ങനെ മടക്കി വെച്ച് പിന്നെ ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി എടുത്തു പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ലേബർ കിട്ടുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബറിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്ത് എവിടെ വേണം കൊണ്ടുപോകും. നോക്കി കണ്ടോ, ഇത്രയേ ഉള്ളൂ.
ഇത് ഒരുപാട് ഏരിയ ചെയ്യാൻ പറ്റില്ല ഇത്രയും ഈ ഒരു വണ്ടിയിൽ വെച്ച്. ഇത് 25 മീറ്റർ ഉണ്ട് ഒരു റോള്. ഓക്കെ, നമുക്ക് 25 മീറ്ററിന് ഏകദേശം കുറച്ചൊന്ന് ചെയ്യാം, ഒരു ബോക്സ് പോലൊക്കെ ചെയ്യാം. ഓക്കെ, പക്ഷേ അത് ഉണ്ടോ അത്രത്തോളം വെയിറ്റ് കുറവാണ്. ഇനി ഇതിന്റെ കൂടെ നമ്മൾ നേരത്തെ കാണിച്ചില്ല പൈപ്പല്ലേ വരുന്നത്, ആ പൈപ്പ് വെച്ച് ഇൻസ്റ്റാൾ ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, അത് വെച്ചിട്ട് ഇത് ഈസി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യും, ജോലി തീർക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഫെൻസിംഗ് കാര്യം മറക്കണ്ട. ഇതിന്റെ പേര് പോളി ഹെക്സഗണൽ മെഷീൻ. പോളിഹെക്സണൽ മെഷീൻ. ഓക്കെ, പോളിഹെക്സണൽ മെഷീൻ ആണ് ഈ ഒരു ഫെൻസിങ്ങിന്റെ പേര്. ആവശ്യക്കാരെ വിളിക്കുക. ഈ ഒരു ഫെൻസിങ് നോക്കിയാൽ പച്ചപ്പ് ഇഷ്ടപ്പെടുന്ന, ഗ്രീനറി ഇഷ്ടപ്പെടുന്ന ആർക്കും ഈ ഒരു ഫെൻസിങ് കണ്ടു കഴിഞ്ഞാൽ അവർ വാങ്ങാതെ വിടില്ല. അത്രത്തോളം ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇതിൽ തന്നെ ഒരുപാട് ടൈപ്പ് വരുന്നുണ്ടല്ലേ? ഇതിൽ നമുക്ക് അവൈലബിൾ സൈസ് വരുന്നത് 1 മീറ്റർ, 2 മീറ്റർ, 3 മീറ്റർ. ഓക്കെ, ഹൈറ്റ് നമുക്ക് ലെങ്ത് വരുന്നത് പറയുന്നത് 10 മീറ്റർ ലെങ്ത് വരും ഒരു റോൾ. നിങ്ങൾക്ക് ആവശ്യമുള്ള ഹൈറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കാൻ വേണ്ടി പറ്റും അല്ലേ? പല ഹൈറ്റിലും അവൈലബിൾ ആണ്. 1 മീറ്റർ, 2 മീറ്റർ, 3 മീറ്റർ ഹൈറ്റ്. ഓക്കെ, ആ ഒരു ഹൈറ്റിൽ കൊടുക്കാം അല്ലേ? ദേ ഇതാണ് ഇതിൻ്റെ ചെറിയൊരു ഷീറ്റ്. ഇത് എങ്ങനെയുണ്ടോ നോക്കിയേ, അതിൻ്റെ ഭംഗിയുണ്ടോ? കണ്ടോ? നമുക്ക് എന്താ നമ്മുടെ ഗാർഡനിലൊക്കെ സെപ്പറേഷൻ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗാർഡനിൽ ചെയ്യാം. അതേപോലെ ഈ സ്വിമ്മിംഗ് പൂളിലുള്ളവർക്കൊക്കെ ഈ പോർഷൻ കവർ ചെയ്യാം, ബാൽക്കണിയിൽ കവർ ചെയ്യാം. അങ്ങനത്തെ ഫെൻസിങ് ആണെന്ന് തോന്നുന്നില്ല, ആ രീതിയിൽ നല്ല ഭംഗിയിൽ നമുക്ക് ചേർക്കാൻ വേണ്ടി സാധിക്കും. ഇനി ഈ ഭംഗി കണ്ടിട്ട് ഇത് സ്ട്രോങ് അല്ല എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഇതിനകത്ത് ഇതാണ് വരുന്നത് അല്ലേ? ചിലവർ വിചാരിക്കും ഇത് വെറുതെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതാണ്, അത് കാരണം ചിലർ വാങ്ങില്ല. അതായത് നമ്മളിത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് 2 ലെയർ കമ്പി വരും. അതായത് സാധാ കമ്പിയില്ല, GI വയർ തന്നെയാണ്. ഓക്കെ, GI വയർ തന്നെ അങ്ങനെ പെട്ടെന്ന് തുരുമ്പ് പിടിക്കില്ല, കാര്യങ്ങളുള്ളത്. ഇത് ഡബിൾ ലെയർ വരും. ഫസ്റ്റ് ഒരു ലെയർ കമ്പി വരും, പിന്നെ അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ചിട്ട് പിന്നെ അടുത്ത ലൈൻ നമുക്ക് പിന്നെ ഒരു കമ്പി വരും. അത് കാരണം നല്ല സ്ട്രോങ് ആണ്, ലൈഫും കുഴപ്പമില്ല. പക്ഷേ ഇത് ഈ പച്ചപ്പ് ഈ ഭംഗിയെ കാണുമ്പോഴേക്ക് എളുപ്പത്തിൽ പൊളിച്ചകത്ത് കയറാന്നൊക്കെ തോന്നും. പക്ഷേ അതൊക്കെ വെറും വ്യാമോഹം മാത്രമാണ്. കാണാൻ ഭംഗിയുണ്ട്, നല്ല സ്ട്രോങ്ങും ആണ്. ഇതിന്റെ എന്താ ഏത് ടൈപ്പ് വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് നല്ല പ്രൈസിൽ കൊടുക്കാൻ പറ്റും അല്ലേ? കർഷകർക്ക് വളരെയധികം ഉപകാരപ്രദമാകാൻ പോകുന്ന ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താം. ഇതെന്താ സംഭവം? ഇത് ബേഡ് സ്പൈക്സ് എന്ന് പറയുന്നത്. ബേഡ് സ്പൈക്സ്. ഓക്കെ, ഇതായത് നമ്മളിപ്പോൾ ഈ മറ്റേ സീഡൊക്കെ വെച്ച് കഴിഞ്ഞ് ഈ കിളികളും വന്നൊക്കെ ഒന്ന് കഴിക്കും. വിത്തൊക്കെ വിതയ്ക്കുന്നതായാലും അല്ലെങ്കിൽ സീഡ് നമ്മൾ വെച്ചാൽ അതിന് ഡിസ്റ്റർബൻസ് ആവാണ്ടിരിക്കാൻ വേണ്ടി ഈ സാധനം വെക്കും. ഓക്കെ, ഇത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വന്ന് കഴിക്കാനുള്ള ഇതുണ്ടാവില്ല, ഡിസ്റ്റർബൻസ് ആവും, ഇരിക്കാനോ ഒന്നിനും പറ്റില്ല, ലാൻഡിംഗ് പ്രശ്നമാവും. ലാൻഡിംഗ് പ്രശ്നം. അതായത് ഒന്നും വന്ന് കഴിക്കില്ല, ഒന്നും ചെയ്യില്ല, നമുക്കൊരു സേഫ്റ്റി ആയിട്ട് വെക്കാം. കർഷകർക്ക് എന്തായാലും ഈ ഒരു ഐറ്റം പ്രയോജനപ്രദമാവും. ഇതും ചെറിയ പ്രൈസിലല്ലേ കൊടുക്കുന്നത്? ഇത് ഒരു പീസിന് 35 രൂപ റേഞ്ച് വരുന്നുള്ളൂ. ആ റേഞ്ച് വരുന്നുള്ളൂ അല്ലേ? ഓക്കെ, ഇതേ കണ്ടില്ലേ? ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ഐറ്റം കാണുന്നത്. കണ്ടില്ലേ? ഇത് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ ഡെലിവറി ഉണ്ട് അല്ലേ? ഈ ഷീറ്റിന്റെ പേരെന്താ? ഈ ഷീറ്റിന്റെ പേര് ലാറ്റിക് ഷീറ്റ് എന്ന് പറയുന്നത്. ഇത് സൈസ് വരുന്നത് 4 കെട്ട് വരും, 4 അടി ഹൈറ്റും 8 അടി നീളം. ഇതിൽ നമുക്ക് വരുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ ട്രെല്ലീസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ തന്നെ ക്വാളിറ്റി കുറഞ്ഞതുണ്ട്, ഇന്ത്യൻ ട്രെല്ലീസ്. അത് നമ്മൾ ചെയ്യണില്ല, നമ്മൾ ഈ ഒരു ഓസ്ട്രേലിയൻ ട്രെല്ലീസ് മാത്രമേ ചെയ്യണില്ല. ഇത് ക്വാളിറ്റി ഭയങ്കര കൂടുതലാണ്, കൂടുതൽ ഹൈ ക്വാളിറ്റി മെറ്റീരിയലും 5 തിക്നെസ്സിൽ വരുന്ന ഷീറ്റാണിത്. ഇതിൽ തന്നെ 8 കളേഴ്സ് അവൈലബിൾ ഉണ്ട്. ഇന്ത്യൻ ട്രെല്ലീസ് നമ്മൾ ചെയ്യില്ല, കാരണം അത് ക്വാളിറ്റി ഭയങ്കര ലോ ക്വാളിറ്റി. രണ്ടും കണ്ടാൽ ഏകദേശം ഒരുപോലെ ഇരിക്കും, രണ്ടും ഒരേപോലെ ഉണ്ടാവും, പക്ഷെ മെറ്റീരിയലിൽ ഡിഫറൻസ് വരും. ഇത് ഓസ്ട്രേലിയൻ മെറ്റീരിയലാണ്, അത് പറഞ്ഞാൽ ഇന്ത്യൻ മെറ്റീരിയൽ, ഇന്ത്യൻ റിലീസ് എന്ന് പറയുന്നത്. അത് കാരണമാണ് അതിന് കോസ്റ്റ് കുറച്ച്. ലൈഫ് എത്രയാണ് പറയുന്നത്? ഇത് ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് 10 to 15 ഇയേഴ്സ് ലൈഫ് ഉണ്ട്. 10-15 വർഷം വരെ നമുക്ക് പറയാം അല്ലേ? നമ്മുടെ ഗാർഡന്റെ ആയാലും അല്ലെങ്കിൽ നമ്മുടെ ബാൽക്കണിയുടെ ഒക്കെ തീമിനനുസരിച്ച്, നിങ്ങളുടെ മനസ്സിനിണങ്ങിയ തീമിനനുസരിച്ച് പല കളറിൽ അവൈലബിൾ ആണ്. 8 കളേഴ്സിൽ അവൈലബിൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഹൈറ്റ് ഇതിനാണ് വരുന്നത് അല്ലേ? ഹൈറ്റ് 4 കെട്ട് സൈസ്. ഓക്കെ, 4 കെട്ട് സൈസിലാണ് വരുന്നത്. എത്ര ക്വാണ്ടിറ്റി ചോദിച്ചാൽ ഇവിടുന്ന് ഒരു അയച്ചു തരാൻ ഡെലിവറി സപ്പോർട്ടുള്ള ഫാക്ടറി തന്നെയാണ് ഇത്. ഫെൻസിങ് വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു ഡെമോ കാണിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു സൈറ്റിൽ വന്നിട്ട് എന്താ ഈസി ആയിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുവന്നത് ഒരാൾക്ക് പോലും എടുത്തിട്ട് വരാം. ഈ പൈപ്പ് നമ്മൾ നിർത്താൻ പോവാണ്. 2 പൈപ്പ് നിർത്താൻ പോവാണ്. സൈറ്റിലേക്കൊക്കെ വളരെ ഈസി ആയിട്ട് കൊണ്ടുവരാം. കണ്ടില്ലേ, ഞാൻ ഒറ്റയ്ക്കാണ് ഈ സാധനം കൊണ്ടുവരുന്നത്. ഇനി നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതേപോലുള്ള ഒരു കമ്പി, ഇത് കെട്ടുള്ള കമ്പിയാണ്. ഇത്രയും മതി, ഇത്രയും പോർഷൻ കട്ട് ചെയ്യുക. ഈ സ്റ്റാൻഡിൽ നമ്മൾ പറഞ്ഞില്ലേ, മുമ്പേ പറഞ്ഞതില്ല ഒരു ഹോൾസൊക്കെ വരണത്, ആ ഹോൾസിലേക്ക് എടുത്ത കമ്പി
ഇവിടെ ഒരു കെട്ട്, അതേപോലെ നടുവിൽ ഇതുപോലെ ഈ സൈഡിലും നമുക്ക് എത്ര കെട്ടിന് 4 ഹോൾസ് ഉണ്ടാവും. 4 ഹോൾസിൽ നമുക്ക് ഇതേപോലെ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇത്ര എളുപ്പമുള്ള കാര്യങ്ങൾ, ഇത്ര എളുപ്പമുള്ളതായിട്ടാണത്. ആ കഴിഞ്ഞു. ഇത് മാത്രമല്ല നമ്മുടെ കയ്യിൽ ബാർബഡ് ഫെൻസും ഉണ്ട്, പിന്നെ ചെയിൻ ലിങ്ക്സ് ഉണ്ട്. ചെയിൻ ലിങ്ക് സ്റ്റാർട്ടിങ് പറഞ്ഞാൽ നമുക്ക് 1 ഇഞ്ച് തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട്. 1 ഇഞ്ച്, 1.5 ഇഞ്ച്, 1.25, 2, 2.5, 3, 3.5, 4 ഇഞ്ച് വരെ നമുക്ക് അവൈലബിൾ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഹൈ സെക്യൂരിറ്റി ഫെൻസിങ് ഉണ്ട്. ഫെൻസിങ്ങിന് ആവശ്യമുള്ള എല്ലാ പ്രോഡക്റ്റും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്.